മെക്സിക്കോയിലെ ഒരു വലിയ ഗാങ്സ്റ്റർ. ആ ഗാങ്സ്റ്ററിന്റെ ഇളയ മകൾ ഗർഭിണിയാകുന്നു. രോഷാകുലനായ ഗാങ്സ്റ്റർ ഇതിന്റെ ഉത്തരവാദിയായിരുന്നു ആ പെൺകുട്ടിയോട് ആവർത്തി ചോദിക്കുന്നു. നിരന്തരമായിട്ടുള്ള പീഡനത്തിനൊടുവിൽ അതിന്റെ ഉത്തരവാദി ആൽഫർട്ടോ ഗാർസിയാണെന്ന് ആ പെൺകുട്ടി മറുപടി നൽകുന്നു. തന്റെ ഗാങ് മെമ്പർ കൂടിയായിട്ടുള്ള ആൽഫർട്ടോ ഗാർസിയ തന്നെ ചതിച്ച രോഷത്തിൽ അവന്റെ തല വെട്ടിക്കൊണ്ടുവരാൻ ഗാങ്സ്റ്റർ ഓർഡറിടുന്നു. അങ്ങനെ ആൽഫർട്ടോ ഗാർസിയുടെ തല തേടി അദ്ദേഹത്തിന്റെ ഗാങ് മെമ്പേഴ്സ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര തിരിക്കുന്നു. അങ്ങനെ തല തേടി പോയിട്ടുള്ള ആൾക്കാരുടെ കഥ പറയുന്ന സിനിമയാണ് ബ്രിങ് മീ ദി ഹെഡ് ഓഫ് ആൽഫർട്ടോ ഗാർസിയ. മാത്രമല്ല ആൽഫർട്ടോ ഗാർസിയുടെ തല വെട്ടിക്കൊണ്ടുവരുന്നവർക്ക് $1 മില്യൺ ഗാങ്സ്റ്റർ ഇനാം പ്രഖ്യാപിച്ചത്. ഇത് ഗാങ് മെമ്പേഴ്സിന് ആൽഫർട്ടോ ഗാർസിയുടെ തല കൊണ്ടുവരാനുള്ള ത്വര കൂട്ടുന്നു. തുടർന്ന് അവർ നടത്തുന്ന യാത്രയും ആ യാത്ര നമ്മുടെ നായകനിലേക്ക് എത്തുകയും ആ നായകൻ പിന്നീട് നടത്തുന്ന യാത്രയുമാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. എന്നാൽ ഈ ചിത്രം റിലീസ് ചെയ്ത സമയത്ത് ബോക്സ് ഓഫീസിൽ ഒരു വലിയ പരാജയമായിരുന്നു. പിന്നീട് കാലങ്ങൾക്കപ്പുറം ഇതൊരു കൾട്ട് ക്ലാസിക് സിനിമയായി അറിയപ്പെട്ടു. ഇതൊരു കൾട്ട് ക്ലാസിക് സിനിമയാണ്. ഇത് ബോക്സ് ഓഫീസിൽ ഒരു പരാജയമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഈ സിനിമയൊന്ന് കണ്ടു നോക്കാം എന്ന് ഞാൻ ആക്ച്വലി തീരുമാനിച്ചത്. നമ്മുടെ ഇൻഡസ്ട്രിയിലും ഉണ്ടല്ലോ അത്തരത്തിലുള്ള സിനിമകൾ. ഇപ്പോൾ ബിഗ് ബി ആയിക്കോട്ടെ, ആടായിക്കോട്ടെ, ഇതെല്ലാം തന്നെ തിയേറ്റർ റിലീസ് ചെയ്ത സമയത്ത് ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങുകയും പിന്നീട് വൈറലാവുകയും ചെയ്തിട്ടുള്ള സിനിമകളാണ്. അത്തരത്തിലുള്ള സിനിമകൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് എന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴാണ് കൂടുതൽ വ്യക്തമായത്. ചിത്രം റിലീസ് ചെയ്യപ്പെട്ട വർഷം 1974 1974 കരുതിയിട്ട് ഇതിന്റെ മേക്കിങ്ങിലോ ആക്ടേഴ്സിന്റെ പെർഫോമൻസിലോ ടെക്നിക്കൽ സൈഡിലോ യാതൊരു തരത്തിലുള്ള വർഷങ്ങൾ തമ്മിലുള്ള അന്തരവും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫീൽ ചെയ്യത്തില്ല. ഞാൻ ഒരുപക്ഷെ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണ വെച്ചാണ് ഈ സിനിമ കണ്ടു തുടങ്ങിയത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. തല തേടി പോയിട്ടുള്ള ഗാങ് മെമ്പേഴ്സ് ഒടുവിൽ നമ്മുടെ നായക കഥാപാത്രമായ ബെന്നിയിലേക്ക് എത്തുന്നു. തല കിട്ടിയാൽ പണം കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ബെന്നി തന്റെ കാമുകിയുമായിട്ട് ആൽഫർട്ടോ ഗാർസിയുടെ തല തേടി യാത്ര തിരിക്കുന്നു. അതൊരു വല്ലാത്ത യാത്രയായിരുന്നു. പിന്നീട് ബെന്നിക്ക് എന്ത് സംഭവിക്കുന്നു, അവർക്ക് ആൽഫർട്ടോ ഗാർസിയുടെ തല തിരിച്ച് ഗാങ്സ്റ്ററിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചോ ഇല്ലയോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായിട്ട് സിനിമയുടെ ക്ലൈമാക്സ് നമുക്ക് നൽകുന്നുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ടും ഇതൊരു കൾട്ട് ക്ലാസിക് സിനിമയായിട്ട് മാറാനുള്ള പ്രധാന കാരണം എന്തെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് ആണ്. ഉഗ്രൻ ക്ലൈമാക്സ്. ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പലതരത്തിലുള്ള ക്ലൈമാക്സ് വരാറുണ്ട്. പക്ഷേ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല ഈ സിനിമ തീർന്നത്. ഉഗ്രൻ ക്ലൈമാക്സ്. ഈ സിനിമയുടെ കാതലെന്ന് പറയുന്നത് ഈ സിനിമയിലെ കഥാനായകനായിട്ടുള്ള ബെന്നി അവതരിപ്പിച്ചിട്ടുള്ള വാറൻ ഓട്സിന്റെ പെർഫോമൻസ് ആണ്. ഉഗ്രൻ പെർഫോമൻസ്. ടുവേഴ്സ് ക്ലൈമാക്സ് ഒക്കെ വരുമ്പം അഴിഞ്ഞാട്ടമാണ് പുള്ളിക്കാരൻ്റെ. മനുഷ്യന്റെ ആർത്തി ആയിക്കോട്ടെ, വിരഹമായിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, സഹാനുഭൂതി ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് സിനിമ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ആ വികാര വിചാരങ്ങളിലൂടെ എല്ലാം തന്നെ ഇതിലെ കഥാപാത്രങ്ങൾ കടന്നു പോകുന്നുണ്ട്. അത് കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യാനും നമ്മളിലേക്ക് എത്തിക്കാനും സംവിധായകന് കറക്റ്റായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഒരു കൾട്ട് ക്ലാസിക് സിനിമയായിട്ട് ഇപ്പോൾ അറിയപ്പെടാൻ കാരണം. സാം പക്കിൻപ എന്ന സംവിധായകരാണ് ചിത്രം നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ വേറൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ സിനിമയിലെ നായകൻ ഒരു വില്ലനാണോ അതോ നായകനാണോ എന്ന് നമുക്ക് തിരിച്ചറിയുന്നത് ക്ലൈമാക്സ് കാണുമ്പോൾ മാത്രമാണ്. അതുവരെ ഇയാളുടെ എല്ലാ ഷെയ്ഡും കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. കുറേ നേരത്തേക്ക് ഇയാളൊരു വില്ലൻ കഥാപാത്രം എന്നോണമാണ് പോകുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും നായക കഥാപാത്രത്തിലേക്ക് വരും, പിന്നെയും വില്ലൻ കഥാപാത്രത്തിലേക്ക് പോകും. അങ്ങനെ ഷെയ്ഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിച്ച് നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ സംവിധാനം സാധിച്ചിട്ടുണ്ട്. പക്ഷേ ക്ലൈമാക്സ് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് വ്യക്തിപരമായിട്ട് കിട്ടിയിട്ടുള്ളത്. മൊത്തത്തിൽ ആക്ഷൻ പ്ലസ് റിവെഞ്ച് കാറ്റഗറിയിൽ കണ്ടു നോക്കാവുന്ന ഒരു ഉഗ്രൻ സിനിമ തന്നെയാണ് ബ്രിങ് മീ ദി ഹെഡ് ഓഫ് ആൽഫർട്ടോ ഗാർസിയ. ഇതൊരു തിയേറ്ററിൽ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഒരു കൾട്ട് ക്ലാസിക് സിനിമയ്ക്ക് വേണ്ട എല്ലാ ഗുണഗണങ്ങളും ഉള്ള ഒരു സിനിമയായിട്ടാണ് ഇത് കണ്ടു തീർന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉഗ്രൻ സിനിമ, അടിപൊളി സിനിമ. എനിക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ വ്യക്തിപരമായിട്ട് ഈ 90s സിനിമകൾ ഇഷ്ടമായതുകൊണ്ടാവണം എനിക്ക് ഈ സിനിമ നല്ല ഭംഗിയായിട്ട് വർക്കായിട്ടുണ്ട്. ഈ സിനിമ കണ്ട 1-2 പേരായിട്ട് സംസാരിച്ചപ്പോഴും അവർക്കും ഈ സിനിമ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരെല്ലാം തന്നെ ഒന്ന് കണ്ടു നോക്കുക. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും ദിസ് ഈസ് മീ റോയ് സൈനിങ് ഓഫ്. യു ആർ വാച്ചിങ് അബ്സല്യൂട്ട് സിനിമ. ടേക്ക് കെയർ.